ഇന്ത്യയിലെ നിരവധി രാഷ്ട്രീയ ആ സമയവും വ്യക്തിബന്ധം രാഷ്ട്രീയത്തിനപ്പുറം ശത്രുതാമല്ലാത്തതുമായ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്. ഞാൻ പി കെ ബഷീറിനെ പരിചയപ്പെടുന്നത് എൻ്റെ രാഷ്ട്രീയത്തിലെ ഗുരുനാഥനും കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും മികവാർന്ന നേതാവായ സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. ഒരു ദിവസം സഖാവ് കോടിയേരി എന്നെ ഫോൺ വിളിച്ചു, എൻ്റെ വീട്ടിലേക്ക് നീ വരണം, ഉച്ചഭക്ഷണം കഴിക്കാൻ. നിയമസഭാ സമിതിയും മന്ത്രിയും ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഭക്ഷണം കഴിക്കാനുണ്ട്. അവിടെ മലബാർ ക്യാൻസർ സെന്റർ എന്ന സ്ഥാപനത്തിൽ ഇന്ന് മന്ത്രിയും സംഘവും സന്ദർശിക്കുകയാണ്. ഞാൻ അവിടെ എത്തുമ്പോഴാണ് ആ സംഘത്തിൽ നിയമസഭാ സാമാജികനായി ശ്രീ പി കെ ബഷീറുണ്ടായി. അന്ന് തുടങ്ങിയ ബന്ധം ഒരു ജ്യേഷ്ഠ സഹോദരനപ്പോൾ ഇന്നും കാത്തുസൂക്ഷിക്കുന്നുള്ളതാണ്. അദ്ദേഹം നിയമസഭയിൽ ഒരു നല്ല സാമാജികനാണ്. വളരെ സരസമായി, വളരെ സറ്റായിരിക്കായി അദ്ദേഹം രാഷ്ട്രീയം പറയും. ആളുകൾ ധരിച്ചു കൊടുക്കുന്നത് വെറും സറ്റായതായി രാഷ്ട്രീയം മാത്രം പറയുന്ന MLA ആണ് ശ്രീ പി കെ ബഷീർ എന്നാണ്. എന്നാൽ ഇന്ന് നിയമസഭയിൽ ഒരു 10ഓ 15ഓ ഏറ്റവും നന്നായി നിയമസഭാ ചട്ടങ്ങളും ക്രമങ്ങളും നിയമസഭയുടെ മുൻകാല ചരിത്രവും അറിയുന്ന നിയമസഭാ സാമാജികമാർക്കെത്താൻ അതിനൊരു 10ാം സ്ഥാനങ്ങളിലെങ്കിലും ശ്രീ പി കെ ബഷീർ വരുന്നതായിട്ട് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം നിയമസഭാ സാമാജികർക്ക് എല്ലായ്പ്പോഴും ഞങ്ങളുടെ ക്ലാസ് കൊടുക്കും. അതൊരു കാലത്ത് സ്പീക്കർമാർ ക്ലാസ് കൊടുക്കും. അതൊരു കാലത്ത് സ്പീക്കർമാർ ക്ലാസ് കൊടുക്കുമ്പോൾ ശ്രീ പി കെ ബഷീറിന് നിയമസഭയിലെ സീനിയർ മോസ്റ്റ് MLA ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കാതിരിക്കാം. പക്ഷേ വളരെ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സാമാജികൻ കൂടിയാണ് ശ്രീ പി കെ ബഷീർ. അദ്ദേഹം കേരള നിയമസഭയിലെ എല്ലാ ചട്ടങ്ങളും ക്രമങ്ങളും അതോടൊപ്പം തന്നെ പ്രസിഡൻസും മുൻകാല വിധികളുമെല്ലാം വളരെ കൃത്യമായി അറിയുന്ന UDFന്റെ MLA മാത്രമല്ല, കേരളത്തിലെ നിയമസഭയിലെ 140 MLA-മാരിൽ ഒരു 10 സ്ഥാനങ്ങളിൽ വരുന്ന MLA-ആണെന്ന് ഞാനിവിടെ മാർക്കിടാതെയാണ്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കും ഇയാളെങ്ങനെ തമാശ മാത്രം പറയുന്നു? തമാശ പറഞ്ഞതിന്റെ മാർക്കറ്റിൽ ഒന്നുണ്ടാണ്. ഈ ചട്ടവും റൂളും പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ചാൽ പത്രത്തിൽ അച്ചടിച്ചിട്ടില്ല. പത്രത്തിൽ അച്ചടിച്ചില്ലെങ്കിൽ ഈ തമാശ പറയാം. 1965 ഇന്നയാൾ ഇങ്ങനെ പ്രസംഗിച്ചു, ഇന്നയാൾ ഇങ്ങനെ പ്രൊഫസർ ഉന്നയിച്ചു പറഞ്ഞാൽ അത് പത്രത്തിൽ അച്ചടിച്ചിട്ടില്ല. അതായത് നന്നായിട്ടറിയാം. 57 കേരള നിയമ